നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ ഒരു റീഡിങ്ങിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ പോസിറ്റീവ് ആയിട്ട് ഇരുന്നിട്ട് ഈ റീഡിംഗ് കാണാൻ വേണ്ടി ശ്രമിക്കാം. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എടുത്ത വീഡിയോയിൽ ഒരു ആൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഇമോഷണലി താല്പര്യമില്ല എന്ന് പറയുന്ന വ്യക്തി പിന്നെ എങ്ങനെയാണ് നമ്മുടെ ലൈഫിലോട്ട് വരുന്നതെന്നുള്ളത്. പക്ഷെ ഞാൻ ആ ഒരു റീഡിങ്ങിൽ പറഞ്ഞിട്ടുള്ളത് ഇമോഷണലി താല്പര്യമില്ല എന്നല്ല, ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സണ് പറ്റുന്നു എന്നുള്ളതാണ്. ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരുടെ ലൈഫിനെ ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് ആ ഒരു നിങ്ങളുമായിട്ടൊരു നോ കോൺടാക്ട് സിറ്റുവേഷൻ വന്നെന്ന് കരുതി അവരുടെ ലൈഫിൽ അവരുടെ സെൽഫ് ഗ്രോത്തിലോട്ട് പോവാതിരിക്കുകയോ അവരുടെ കാര്യങ്ങൾ അവർ ചെയ്യാതിരിക്കുകയോ അവർ ഹാപ്പി ആയിട്ട് ഇരിക്കാതിരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അവർ അവരുടെ ലൈഫിൽ ഹാപ്പിനെസ് കണ്ടെത്തുന്നുണ്ട്. അവരുടെ ഫ്രണ്ട്സുമായിട്ട് കണക്ട് ചെയ്ത് ജീവിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവർ എപ്പോഴും റിലേഷൻഷിപ്പിൽ ഈ പേഴ്സൺ ഇല്ലല്ലോ എന്നുള്ളൊരു നെഗറ്റീവ് തോട്ടോടു കൂടി വിഷമിച്ചിരിക്കുന്ന സിറ്റുവേഷൻ ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, അവർ സെൽഫ് ലവ് ചെയ്യുന്നുണ്ട്, അവരുടെ കാര്യത്തിന് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അവരുടെ ഫാമിലിയിലായാലും ഫ്രണ്ട്സിൻ്റെ അടുത്തായാലും കരിയറിലായാലും ഒക്കെ അവർക്ക് അവിടെ ശ്രദ്ധയോടുകൂടി നിൽക്കാനും അവിടെ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യാനും അവരുടെ കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാനും അവർക്ക് പറ്റുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അത് പറ്റുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഇമോഷണലി വീക്കാണ് എന്ന് പറയുന്നത്. അവർക്ക് അവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം ഒരു ഭാഗത്ത് മാറ്റി വെച്ചിട്ട് അവരുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് നിങ്ങൾ ഈ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നത് തന്നെ. കാരണം നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ തിരിച്ചു വരും എന്നുള്ളൊരു ആത്മവിശ്വാസത്തിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലോട്ട് ഫോക്കസ്ഡ് ആവുകയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ എനർജി യൂസ് ചെയ്യുക. അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ എനർജി യൂസ് ചെയ്യണം. നിങ്ങളുടെ ലൈഫ് ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യണം. സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു ലൈഫ് എടുത്ത് ഈ ഭൂമിയിലോട്ട് വന്നിട്ടുള്ളത് റിലേഷൻഷിപ്പിൻ്റെ പിറകെ ഓടി നടക്കാൻ വേണ്ടിയിട്ടല്ല. നമുക്ക് ഈ യൂണിവേഴ്സ് എന്നൊരു സത്യത്തിൽ വിശ്വസിക്കുന്നവരാണ് എൻ്റെ റീഡിങ് കാണുന്നവർ എന്നുണ്ടെങ്കിൽ ഈ യൂണിവേഴ്സിന് വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റണം. അല്ലാതെ വെറുതെ ജനിക്കുന്നു, പിന്നെ കുറച്ച് റിലേഷൻഷിപ്പിൻ്റെ പുറകെ കുറേ ഓടി നടന്ന് വിഷമിക്കുന്നു, അത് കഴിഞ്ഞ് മരിക്കുന്നു, അതാണോ ലൈഫ്? അതല്ലാതെ ഈ ഒരു യൂണിവേഴ്സിന് ബെനിഫിറ്റ് ആവുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ? അല്ലാതെ ഒരു ലൈഫ് മറ്റൊരു പേഴ്സൻ്റെ സ്നേഹത്തിന് പിറകെ ഓടി നശിപ്പിക്കാനുള്ളതല്ലല്ലോ. അതാണ് ഞാൻ പറയുന്നത് കേട്ടോ. അല്ലാതെ അത് തെറ്റിദ്ധരിച്ച് ആ പേഴ്സണ് താല്പര്യമില്ല എന്ന് ആദ്യം പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് പിന്നെ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു. അതല്ല അത് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ടു പോകാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഈ പെൻറ്റിക്കിൾസ് അത്രയും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നത് കണ്ടോ. അപ്പോൾ അതുപോലെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പ് ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല. ഇതുപോലെ സൂക്ഷിച്ച് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്ത് അവരുടെ അടുത്ത് തന്നെ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഏസ് ഓഫ് കപ്സ് ആണ്. ഏസ് ഓഫ് കപ്സ് വന്നിട്ട് ഒരുപാട് നാളായി. അപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് തന്നെ അവരുടെ മനസ്സിൽ നിങ്ങളോട് സ്നേഹമുണ്ട്. അവർ ലെസ് കോണ്ടാക്റ്റോ അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലോട്ടോ പോയിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടൊരു റീസൺ കാണും. അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നം കാരണം മാറി നിൽക്കുന്നതായിരിക്കാം. അപ്പോൾ എന്തായാലും അവർ ഈ ഒരു ഏസ് ഓഫ് കപ്സ് എനർജിയിൽ നിൽക്കുന്ന പേഴ്സൺ എന്തായാലും നിങ്ങളെ വിട്ടു പോകാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് കുറവാണ്. അവരഥവാ മാറി നിന്നിട്ടുണ്ടെങ്കിൽ തന്നെ അവർ തിരിച്ചു വരും. ഓക്കെ, 7 ഓഫ് സോഴ്സ് ആണ്. അവർ നിങ്ങളുമായിട്ട് ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്, നിങ്ങളുമായിട്ട് ലൈഫ് സ്പെൻഡ് ചെയ്തത് ആലോചിക്കുന്നുണ്ട്, നിങ്ങളുമായിട്ട് നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഴയ കാര്യങ്ങൾ അവരുടെ ചിന്തയിലുണ്ട്, ഓർമ്മയിലുണ്ട്, അവരതേക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്.
ക്യൂനോ കപ്സ് ആണ്. ഈ ഒരു ക്യൂനോ കപ്സ് എനർജി എന്ന് പറയുമ്പോൾ വളരെയധികം സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഇമോഷണലി ചിന്തിക്കുന്ന ഒരു പേഴ്സൺ ആണ്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഇമോഷണലി കുറച്ചുകൂടി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അവരിപ്പോൾ അത്രയും നിങ്ങളോട് സ്നേഹമുള്ള ഒരു പേഴ്സൺ ആണ് ഈ ഒരു പേഴ്സൺ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ മാറി നിൽക്കുന്നത് അവരുടെ ലൈഫിലെ പ്രോബ്ലംസ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിട്ടുണ്ടായിരിക്കാം, കരിയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം അവരെ ബാധിച്ചുകൊണ്ട് മാത്രം അവർ മാറി നിൽക്കുവാണ്, അല്ലാതെ നിങ്ങളോട് സ്നേഹം ഇല്ലാത്തത് കൊണ്ട് മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ല ഉള്ളത് എന്നാണ് കാണിക്കുന്നത്. ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത്. നിങ്ങളുമായിട്ടൊരു കമ്മിറ്റഡ് ആയിട്ട് റിലേഷൻഷിപ്പ് കൊണ്ടുപോകണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വാക്കോ അല്ലെങ്കിൽ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ എന്നും കൂടെ ഉണ്ടാവും എന്നുള്ളൊരു ഉറപ്പോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് അവർ പാലിക്കും. ലൈഫ് ലോങ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഈ ഒരു പേഴ്സൺ എന്നാണ് കാണിക്കുന്നത്. ഏസ് ഓഫ് വാൺസ് ആണ് ഏസ് ഓഫ് വാൺസ് കാർഡ് കാണിക്കുന്നത്. നിങ്ങളുമായിട്ട് ഈ ഒരു പേഴ്സൺ അത്രയും കണക്റ്റഡ് ആണ് എന്നുള്ളതാണ്. ഈ റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ ഒരു പേഴ്സൻ്റെ ആഗ്രഹം എന്നുള്ളതാണ് കാണിക്കുന്നത്. ഈ റിലേഷൻഷിപ്പിൽ അത്രയും ഒരു ട്രസ്റ്റ്ഫുൾ ആയിട്ട് ട്രൂത്ത്ഫുൾ ആയിട്ടാണ് അവർ നിൽക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. 10 ഓഫ് കപ്സ് ആണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഒരു ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ ഹാപ്പി ഫാമിലി ആയിട്ട് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലോട്ട് ഇത് കൊണ്ടുപോകണം എന്നുള്ളതാണ്. ഒരു മാരേജ് ലൈഫിലോട്ട് ഈ റിലേഷൻഷിപ്പ് കൊണ്ടുപോകണം എന്ന് അവർ അത്രയും ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടൊരു ഹാപ്പി ഫാമിലി വേണമെന്ന് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. 9 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത്. ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണ് നിങ്ങളുടെ പേഴ്സൺ എന്നുള്ളതാണ്. അവരുടെ ഒരുവിധം പ്രശ്നങ്ങൾ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ ഇപ്പോൾ സോൾവ്ഡ് ആയിട്ടുണ്ട്. ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ സോൾവ്ഡ് ആയിട്ടുണ്ട്. അവരിപ്പോൾ ഫിനാൻഷ്യലി ഓക്കെ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. ടെമ്പറൻസ് ആണ്. ടെമ്പറൻസിൻ്റെ ഈ ഒരു കാര്യമാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇമോഷൻസ് ഇംബാലൻസ്ഡ് ആവുമ്പോഴാണ് നമ്മളുടെ ലൈഫ് പോലും സ്പോയിൽ ചെയ്യുന്ന രീതിയിൽ റിലേഷൻഷിപ്പിനെ എടുക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ എടുക്കരുത്. നിങ്ങളുടെ ലൈഫിൻ്റെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് ആദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിനുശേഷമാണ് നമ്മുടെ റിലേഷൻഷിപ്പ് ഒക്കെ ഉള്ളൂ. നമ്മളെ നശിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ ഒരാളെ സ്നേഹിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ജീവനോടുണ്ടെങ്കിലേ നമുക്കൊരു ഓപ്പോസിറ്റ് ഒരാളെ സ്നേഹിക്കാനും അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഒരാളിൽ നിന്ന് സ്നേഹം സ്വീകരിക്കാനും പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് വാല്യുബിൾ അല്ലാതെ നമ്മളെ വാല്യൂ ചെയ്യാത്ത റിലേഷൻഷിപ്പിൽ നമ്മൾ നിൽക്കാൻ വേണ്ടി പാടില്ല. ഇതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ പക്ഷേ അങ്ങനെയല്ല. അവർക്ക് അവരുടെ സെൽഫ് ഗ്രോത്തിലോട്ട് അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട്, അവർക്ക് അവർ പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ നിങ്ങളെക്കാൾ പ്രാധാന്യം മറ്റൊരാൾക്ക് കൊടുക്കുന്നു. ഇതാണ് നിങ്ങളും അവരും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അവരെ സ്നേഹിച്ചതിന് ശേഷമേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളെ സ്നേഹിക്കുന്നുള്ളൂ. അവരുടെ ഗ്രോത്തിനാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, 4 ഓഫ് കപ്സ് ആണ്. അവർ നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോഴുള്ളത്. നിങ്ങളെ ഇമോഷണലി അവർക്ക് ഇപ്പോൾ നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യണം, നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിലോട്ട് വരുന്ന സമയത്താണ് അവർ നിങ്ങളെ മിസ് ചെയ്യുന്നൊരു സിറ്റുവേഷനിലോട്ട് പോകുന്നത്. ഓക്കെ, ദ ടവർ മൊമെൻ്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എൻഡ് ആവുന്നു എന്നുള്ളതാണ്. അവർ നിങ്ങളിലേക്ക് വരുന്നു, തിരിച്ചു വരുന്നു, നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വരുന്നു, ഒരു റീയൂണിയൻ ഉണ്ടാവുന്നു. ഇപ്പോഴേ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിനൊരു ചേഞ്ച് വരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ടു ഓഫ് വാൺസ് ആണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിപ്പോൾ മിസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ ഒരു 4 ഓഫ് കപ്സിൻ്റെ അതേ എനർജി തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അവർ നിങ്ങളിപ്പോൾ മിസ് ചെയ്യുന്നു, നിങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളില്ലാത്തൊരു സിറ്റുവേഷൻ അവർക്ക് കുറച്ച് പെയിൻഫുൾ ആണ് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജസും കൂടി നോക്കാം. ബെസ്റ്റ് സെൽഫ് എന്നാണ് കാണിക്കുന്നത്. ഇവർ ഇതുവരെ നിങ്ങളോട് നിന്നിട്ടുള്ളത് പോലെയല്ല.
അതായത് അവർ നിങ്ങളെ വിഷമിപ്പിക്കുന്ന സിറ്റുവേഷൻസ് അവരുണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പെയിൻഫുൾ ആയിട്ടുള്ള വാക്കുകൾ അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് നിങ്ങളെ വിഷമിപ്പിക്കാതെ നിങ്ങളെ നല്ല രീതിയിൽ നിങ്ങളുടെ അടുത്തോട്ട് വരണം. നിങ്ങളോട് ഇതുവരെ ചെയ്തതൊന്നും ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല, നിങ്ങൾ ഒരുപാട് വേദനിപ്പിക്കുന്ന സിറ്റുവേഷനിലൂടെ കൊണ്ടുപോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അവരിൽ കുറച്ച് ചേഞ്ചസ് വരുത്തണം. നിങ്ങളോട് നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ അടുത്ത് നിൽക്കണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. പാഷൻ എന്നാണ് പറയുന്നത്. അവർക്ക് നിങ്ങളെ ഒരു പാഷനായിട്ടാണ് അവർ കാണുന്നത്. നിങ്ങളോട് ഒരുപാട് അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു പാഷൻ ഒക്കെ അവർക്ക് നിങ്ങളോട് വളരെയധികം തോന്നുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവരിപ്പോൾ നിങ്ങളെ മിസ് ചെയ്യുന്നൊരു സിറ്റുവേഷനിലോട്ട് പോയിട്ടുള്ളത്. ഡേ ഡ്രീം എന്നാണ് പറയുന്നത്. അവരിപ്പോൾ നിങ്ങളെ ഡ്രീം ചെയ്യുന്നുണ്ട്. പകൽ പോലും അവർ നിങ്ങളെ സ്വപ്നം കാണുന്നു, നിങ്ങളെക്കുറിച്ച് ഡേ ഡ്രീം ചെയ്യുന്നു എന്നുള്ളതാണ്. ഓപ്പണിംഗ് അപ്പ് എന്നാണ് പറയുന്നത്. അവരുടെ മനസ്സ് തുറന്ന് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. ഇതുവരെ എന്തുകൊണ്ടാണ് അവർ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ട് പോയിട്ടുള്ളത്, അവരുടെ ലൈഫ് സിറ്റുവേഷൻ എന്തായിരുന്നു, എന്തൊക്കെയാണ് അവർ നേരിട്ടുള്ള പ്രശ്നങ്ങൾ, എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്നു പറയണം നിങ്ങളേക്ക് തിരിച്ചു വന്നിട്ട് എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് കേട്ടോ. ഹോപ്പ്ഫുൾ എന്നാണ് അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഹോപ്പ് വയ്ക്കുന്നുണ്ട്. അവർ നിങ്ങളേക്ക് തിരിച്ചു വരാനും അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു നല്ല രീതിയിൽ സന്തോഷത്തോടെ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും എന്നുള്ളൊരു ഹോപ്പ് അവർക്കുണ്ട്. അതുകൊണ്ട് അവർ നിങ്ങളേക്ക് തിരിച്ചു വരുവാണ്. അങ്ങനെ തിരിച്ചു വന്നതിന് ശേഷം നിങ്ങൾ തമ്മിലൊരു നല്ലൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും, അങ്ങനെ ഒരു ഹോപ്പ് അവർക്കുള്ളതായിട്ടാണ് കാണുന്നത്. സോറി എന്നാണ് പറയുന്നത്. ഒരുപാട് ദിവസമായിട്ട് സോറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണ് മാപ്പ് കൊടുക്കാൻ തയ്യാറാവുക. നിങ്ങളുടെ പേഴ്സൺ അത്രയും സോറി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ലെറ്റ് ഗോ ഓഫ് ഫിയർ എന്നാണ് പറയുന്നത്. ഇനി നിങ്ങൾ പേടിക്കേണ്ട അല്ലെങ്കിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. അവരൊരിക്കലും നിങ്ങളെ കംപ്ലീറ്റ്ലി ഉപേക്ഷിച്ച് പോകുന്നൊരു സിറ്റുവേഷൻ ഇല്ല. അവർ നിങ്ങളേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ് ഈ ഒരു മെസ്സേജ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് കൂടി നോക്കാം. ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ സിറ്റുവേഷൻ എന്താണ് എന്ന് മനസ്സിലാക്കാനൊക്കെ നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്നൊരു ഹെൽപ്പ് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാവുക എന്നുള്ളതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നൊരു ഹെൽപ്പ് സ്വീകരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. പെർഫെക്റ്റ് ടൈമിംഗ് എന്നാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു കറക്റ്റ് ടൈമാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ റിയൂണിയൻ്റെ ഒരു ടൈമാണ് വന്നിട്ടുള്ളത്. പെർഫെക്റ്റ് ടൈമിംഗ് ആണ് എന്നാണ് നിങ്ങളുടെ ഈ ഒരു ഏഞ്ചൽ മെസ്സേജസ് പറയുന്നത്. ലിസ്റ്റൻ ടു യുവർ ഇൻഡ്യൂഷൻ എന്നാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു റിയൂണിയൻ വരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടായിരിക്കാം. ആ ഒരു ഇൻഡ്യൂഷൻ കറക്റ്റ് ആണ്. നിങ്ങളുടെ ഇൻഡ്യൂഷൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. പീസ്ഫുൾ റെസൊല്യൂഷൻസ് എന്നാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സമാധാനപരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരാൻ വേണ്ടി പോകുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു റിയൂണിയൻ ഉണ്ടാകുമ്പോഴാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ പീസ്ഫുൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഒരു റിയൂണിയൻ ഉണ്ടാകാൻ പോകുന്നു. നിങ്ങൾ ഇതുവരെ പേടിച്ചിരുന്ന വറി ചെയ്തിരുന്ന ഈ ഒരു സിറ്റുവേഷൻസിന് ഒരു ചേഞ്ച് വരുന്നു എന്നുള്ളതാണ്. റിമൈൻ പോസിറ്റീവ് എന്നാണ്. നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരിക്കുക. നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവായിട്ട് ഇരിക്കുമ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത്. അതുപോലെ ഇപ്പോൾ നിങ്ങൾക്കൊരു റിയൂണിയൻ വരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ പോസിറ്റീവ് മൈൻഡോട് കൂടിയിട്ട് ഈ ഒരു റിയൂണിയനെ നിങ്ങളുടെ ലൈഫിലോട്ട് അട്രാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിലോട്ട് ഈ ഒരു റിയൂണിയൻ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾ ഇരിക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു റിയൂണിയൻ നടക്കാൻ വേണ്ടി പോകുന്നത്. അല്ലാതെ നിങ്ങൾ നെഗറ്റീവ് മൈൻഡോട് കൂടി പെയിൻഫുൾ ആയിട്ട് ഇരുന്നാൽ അതൊന്നും നടക്കില്ല. നിങ്ങൾ ഹാപ്പി ആയിട്ട് വേണം ഇരിക്കാനായിട്ട്. ഓക്കെ, നമുക്ക് ഇനി കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. നവംബർ, തിരുവോണം, 1990, ഉത്രം, ഏപ്രിൽ,
ലെറ്റർ എസ്, ഭരണി, ആയില്യം, രേവതി, ലെറ്റർ ടി, ഡിസംബർ 1987, പൂരാടം, ലെറ്റർ എച്ച്, അവിട്ടം, പൂയം, ജൂലൈ, ഒക്ടോബർ, ലെറ്റർ ആർ, ലെറ്റർ ഡബ്ല്യു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.